അതിയായ വേദനയിലും ദുഃഖത്തിലും ഒരുപക്ഷെ നിങ്ങളെ കളിയാക്കുന്നവർ മുമ്പിലൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നത്. എന്നാൽ ഒരു ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായമാണ്. 35-ാം അധ്യായം സെയീർ പർവ്വതത്തിന് എതിരെയുള്ള ദൈവത്തിന്റെ പ്രവചനം യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ ദൈവം നടത്തുന്നതാണ് എന്ന് നമുക്ക് ആ അധ്യായം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. സെയീർ പർവ്വതം എന്നത് ഏദോമിന്റെ ഒരു അവകാശ ദേശമാണ്. ഏദോം എന്നുള്ളത് യാക്കോബിന്റെ സഹോദരനായ യെശയ്യാവിന്റെ മറ്റൊരു പേരാണ് ഏദോം എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ പ്രവചനത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒബദ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിനെയും യഹൂദയെയും നശിപ്പിക്കുവാൻ ഏദോമ്യർ ബാബേലിനെ സഹായിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ബാബിലോണിയരാൽ ഇവർ നശിക്കപ്പെടുമ്പോൾ ഇസ്രായേലും യഹൂദയും തങ്ങൾക്ക് കൈവശമാക്കാമെന്നും തങ്ങൾക്ക് അതിൻ്റെ അവകാശങ്ങൾ അനുഭവിക്കുവാൻ കഴിയുമെന്നും അതിയായി വ്യാമോഹിച്ച് അവരുടെ പരാജയങ്ങളിലും വീഴ്ചകളിലൊക്കെ അതിയായി സന്തോഷിച്ചിരുന്ന ഒരു ഏദോമ്യരുടെ പശ്ചാത്തലത്തെ നമുക്ക് ഈ 35-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ അവർ സന്തോഷിച്ചിരുന്നതായും അവരുടെ സങ്കടങ്ങളിൽ അതിയായ പ്രകടനങ്ങൾ നടത്തിയിരുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ 35-ാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 35-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ ഏദോമ്യർക്കെതിരെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. തന്റെ 36-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. 36-ാം അധ്യായം ഇസ്രായേൽ മക്കളോടുള്ള പ്രവചന ശബ്ദമാണ്. അതിനകത്ത് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ദൈവം അനുകൂലമായിരിക്കുമ്പോൾ 35-ാം അധ്യായത്തിൽ ആ ദൈവം അനുകൂലമായിരുന്നവർക്ക് എതിരെ ചിരിച്ചവരോട്, ദൈവം ഇരിക്കുന്നവർക്ക് എതിരെ അവരുടെ സന്താപങ്ങളിലും അവരുടെ ആപത്തിലും സങ്കടങ്ങളിലൊക്കെ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചവരോട് ദൈവം ഇറങ്ങി ഇടപെടുമെന്ന് 35-ാം അധ്യായം 15-ാമത്തെ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിലെ സകല മനുഷ്യരും നമുക്ക് എതിരെ നിൽക്കുമ്പോഴും പ്രതികൂലമായി നിൽക്കുമ്പോഴും നമുക്ക് നമ്മുടെ നേരിയ തോതിലുള്ള വീഴ്ചകളിലും പരാജയങ്ങളിലും നമ്മുടെ സങ്കടങ്ങളിലും അവർ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൈര്യമായി നമുക്ക് പറയാൻ കഴിയും, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. അതാണ് ഈ സെയീർ പർവ്വതത്തിന് എതിരെയുള്ള പ്രവചനത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ മക്കൾ ചെറുതായൊന്ന് വീണുപോയപ്പോൾ അവർ ചെറിയ വേദനയിൽ സെയീർ പർവ്വതത്തിൽ ഏദോമ്യർ അതിയായി സന്തോഷിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ആ സന്തോഷത്തിനെതിരെ ദൈവം പ്രവർത്തിക്കുകയും ദൈവം സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ അതിയായ വേദനയിലും ദുഃഖത്തിലും ഒരുപക്ഷെ നിങ്ങളെ കളിയാക്കുന്നവർ മുമ്പിലൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നത്. എന്നാൽ ഒരു കാര്യം ധൈര്യത്തോടെ പറയണം, ഉറച്ചു നിൽക്കുവാൻ കഴിയണം, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ കൂടെ നിന്ന് ആ ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം. ഏദോമ്യർ അവർ ഒത്തിരി ആഗ്രഹിച്ചു, അവർക്ക് നന്മ ഉണ്ടാകണമെന്ന്, അവർക്ക് ഇസ്രായേലിന്റെ അവകാശങ്ങളൊക്കെ പ്രാപിക്കണമെന്ന് അവർ ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ കൂടെ ദൈവമില്ലായിരുന്നു. ദൈവമില്ലാതെ നമുക്ക് എന്തു നേടിയാലും അതിനൊന്നും ഒരു ശാശ്വതമില്ല. ഒരുപക്ഷെ അല്പനേരം ചിരിക്കാനും അല്പനേരം സന്തോഷിക്കാനൊക്കെ ഉള്ള വക ദൈവമില്ലാതെ കണ്ടെത്താൻ കഴിയും. എന്നാൽ അതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല എന്ന ഈ പ്രവചന ശബ്ദം നമ്മളെ ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വചന ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധൈര്യമായി പറയട്ടെ, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, എനിക്ക് അവൻ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ആ ദൈവം ഇറങ്ങി വരുമെന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും നോക്കി നമുക്ക് പറയുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട്
വാക്കുകളിൽ നിന്ന് ഞാൻ വിരാമമിടുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.